ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതെങ്ങനെയാണ് നമ്മുടെ ബയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത്, ലേറ്റസ്റ്റ് വേർഷനിലെ ബയോസിലേക്ക് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനെ മൈനിങ് കേപ്പബിൾ ആക്കി മാറ്റുന്നത്. ഇതിപ്പോൾ സാധാരണ വിൻഡോസ് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ബയോസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൽ എടുക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എടുക്കത്തില്ല. അപ്പോൾ അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ബയോസിലേക്ക് കയറും. ഡെൽ കീ പ്രസ് ചെയ്താൽ മതി റീസ്റ്റാർട്ട് ചെയ്തിട്ട്. മെയിനായിട്ട് നമുക്കിൽ ചെയ്യാനുള്ള ഇതാണ്, അഡ്വാൻസിൽ ചെന്നിട്ട് PCI കോൺഫിഗറേഷൻ പോകുമ്പോൾ എബോവ് 4G ഡീകോഡിങ് അത് ഡിസേബിൾ ആണ്, അതിന് നമുക്ക് ഇന്നേബിൾ ആക്കണം. അതാക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട്, പ്ലീസ് ഗോ ടു ബൂട്ട് പേജ് ടു ഡിസേബിൾ CSM. അതായത് ഇവിടെ പോയി ബൂട്ട് പേജിൽ പോയിട്ട് CSM നമ്മൾ ഡിസേബിൾ ചെയ്യണം. ഇത് ഇനേബിളാണ്, ഡിസേബിൾ. അത് ഡിസേബിൾ ചെയ്ത് കഴിയുമ്പോൾ അഡ്വാൻസിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ PCI കോൺഫിഗറേഷനിൽ ഇത് നമുക്ക് ഇന്നേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ അഡ്വാൻസിൽ തന്നെ നമ്മുടെ ഓൺ ബോർഡ് ഡിവൈസ് കോൺഫിഗറേഷനിൽ ചെന്നതിന് ശേഷം ഇവിടെ റീസ്റ്റോർ ഓൺ AC പവർ ലോസ് അത് നമ്മൾ ഓൺ കൊടുക്കണം. ഓൺ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് പോയിട്ട് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ഓൺ ആവും. മൈനിങ് സ്റ്റാർട്ട് ആവില്ല, സിസ്റ്റം ഓൺ ആവും. മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വേറൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡ്വാൻസിൽ തന്നെ AMD PBS എന്ന് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് പ്രൈമറി വീഡിയോ അഡാപ്റ്റർ, ഇത് എക്സ്റ്റേണൽ ഗ്രാഫിക്സ് എന്നായിരിക്കും കിടക്കുന്നത്. നമ്മുടെ പ്രോസസ്സറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിൽ ഇൻറ്റേർണൽ ഗ്രാഫിക്സ് എന്നുള്ളത് കൊടുക്കണം. ഇത് കൊടുക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോർഡിലുള്ള പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ, അതായത് നമ്മുടെ മോണിറ്ററിൻ്റെ ഡിസ്പ്ലേ മദർ ബോർഡിൽ തന്നെ ഉള്ള പോർട്ടിൽ കണക്ട് ചെയ്ത് കാണാൻ പറ്റും. മൈനിങ് ഒക്കെ പ്രോഗ്രസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഔട്ടെടുത്ത് ഗ്രാഫിക്സ് കാർഡിൻ്റെ പുറകിലാണ് കൊടുക്കേണ്ടത്. ഗ്രാഫിക്സിൻ്റെ കാർഡിൽ പുറകിലല്ലേ കണക്ട് ചെയ്യേണ്ടത്. അത് മാറ്റി നമുക്ക് ബോർഡിൽ തന്നെ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഗ്രാഫിക്സ് കാർഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ച് ഹാഷ് പവർ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇൻറ്റേർണൽ ഗ്രാഫിക്സ് എന്നുള്ളത് മസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. അതിനുശേഷം ഇത് PCI സ്പീഡ്, അത് ഓട്ടോ ആയിരിക്കും. ഞാൻ സാധാരണ Gen 2 ആണ് കൊടുക്കാറ്. നിങ്ങളും Gen 2 തന്നെ കൊടുക്കുക. Gen 2ൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം Gen 1 ഓട്ടോ ഒക്കെ ഇട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ ഇത് രണ്ടെണ്ണം മാറ്റി PCIയുടെ സ്പീഡും പിന്നെ ഇതും Gen 2 ആക്കി. ഇതാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും ഒന്ന് മാറ്റിയാൽ മതി. അതായത് പ്രശ്നം മീൻസ് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് എടുക്കാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മാത്രം. ഈ PCI ലെയിൻ കോൺഫിഗറേഷൻ *8 എന്നുണ്ടല്ലോ, അത് ചില സമയങ്ങളിൽ ഇത് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ളത് വരാറുണ്ട്. *4x4 എന്നുള്ളത് ഞാൻ *8 കൊടുത്ത് നോക്കും. വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റാം. നമുക്ക് പിന്നെ ഹാർഡ്വെയർ ആൻഡ് മോണിറ്ററിൽ കയറിയിട്ട് CPU ഫാൻസിൻ്റെ സ്പീഡ് മാക്സിമം ആക്കണം. എൻ്റെ കയ്യിൽ ഫാൻ ഉണ്ട്, അതായത് PW ഫാൻസ് ആണ് വെച്ചിരിക്കുന്നത് 6 എണ്ണം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് നമുക്ക് ഫുൾ സ്പീഡ് ഇടാം. ഇതിനകത്ത് ഇങ്ങനെ CPU ഫാൻ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഫുൾ സ്പീഡ് കണ്ടോ. ഇപ്പോൾ ഇതെല്ലാം ഫുൾ സ്പീഡിൽ കറങ്ങുന്നത്, ഹയർ RPM-ൽ ഫുൾ സ്പീഡ്. CPU ഫാൻ സ്വിച്ച് ഓക്കെ ആണ്. PWM മോഡ്. ഇപ്പോൾ എൻ്റെ CPU ഫാൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഫുൾ സ്പീഡിൽ കറങ്ങിയാണ്. ചേസ് ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഫുൾ സ്പീഡ് കൊടുക്കുക. എനിക്ക് ചേസ് ഫാൻ ഇല്ല, എന്നാൽ കിടക്കട്ടെ. ഇതൊന്നും എൻ്റെ ഇല്ല, എന്നാലും ഞാൻ ചുമ്മാ ആവശ്യമില്ല, ഉള്ള ഫാൻസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. സേവ്. ഇപ്പോൾ നമ്മുടെ ഇത് ഒരു സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡുകൾ കണക്ട് ചെയ്തതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി ഡിവൈസ് മാനേജർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഡിവൈസ് മാനേജറിനകത്ത് ഡിസ്പ്ലേ അഡാപ്റ്റർ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ഒന്നും കാണിക്കുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എൻ്റെ ഗ്രാഫിക്സ് കാർഡ് എല്ലാം ഞാൻ ഊരിയിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ, എല്ലാം ഞാൻ ഊരിയിട്ടിരിക്കുകയാണ്. നമുക്കിനി 1 by 1 ഓരോന്നായിട്ട് നമുക്ക് ഈ സ്ലോട്ടുകളിൽ കണക്ട് ചെയ്ത് അതെടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഗ്രാഫിക്സ് കാർഡ്, അതെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ഗ്രാഫിക്സ് കാർഡ്, എല്ലാം ഒരുമിച്ച് കുത്താതിരിക്കുന്നതാണ് നല്ലത്. 1 by 1 ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരെണ്ണം കുത്തി നമ്മളിവിടെ നോക്കും,
ആയിട്ടുണ്ടോ എന്നുള്ളത് ഇതിലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ട് അടുത്തത് കണക്ട് ചെയ്യും. കാരണം ഏതെങ്കിലും ഒരെണ്ണം കണക്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടായിരിക്കും. ഒത്തിരി ഗ്രാഫിക്സ് കാർഡൊക്കെ വെക്കുന്ന സമയങ്ങളിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് നല്ലത് ഓരോരോ സ്ലോട്ടിലും. അപ്പോൾ ഏതെങ്കിലും സ്ലോട്ടിന് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഷട്ട് ഡൗൺ ചെയ്യാം. എല്ലാം കണക്ട് ചെയ്തു. ഇപ്പോൾ ലോഡാവുന്നു. ഓക്കെ, ഡിവൈസ് മാനേജർ എടുത്ത് നോക്കാം എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഡിസ്പ്ലേ അഡാപ്റ്ററിൽ നോക്കുമ്പോൾ വരും. NVIDIA 3080 എടുത്തു. നമ്മൾ സ്കാൻ ഫോർ ഹാർഡ്വെയർ ചേഞ്ച് കൊടുക്കും. കണ്ടോ, ഇപ്പോൾ 3060, 3060 Tiയും 3080യും ഈ 3 കാർഡും ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഡിവൈസ് മാനേജറിൽ. അപ്പോൾ നമുക്കിനി മൈനിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ OS ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ കാണിക്കാം. ഓക്കെ, നമുക്കിത് മൈനിങ് ചെയ്ത് നോക്കാം. ഇത് മൈനറാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇതിലാണ് നമ്മൾ മൈൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതേറിയം തന്നെ ചെയ്ത് നോക്കാം. ഇതേറിയം മൈൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ കണക്റ്റ് ആവുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഓവർക്ലോക്കിംഗ് ഒക്കെ ചെയ്യണം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഡാക് ഫയൽസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാ കാർഡും എടുത്തിട്ടുണ്ട്. 3 കാർഡും എടുത്തു. എല്ലാം സെറ്റാണ്. ഇനി ഇത് ഓവർക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഹാഷ് പവറൊക്കെ കൂടും. ഈ തിയറി മൈനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു മദർ ബോർഡിനെ ബയോസ് ഫ്ലാഷ് ചെയ്യുന്നതും. അതൊന്ന് കഴിഞ്ഞിരിക്കുന്നത് ബയോസ് ഫ്ലാഷ് ചെയ്തതിന് ശേഷം മൈനിങ്ങിന് വേണ്ടി ഒരു സിസ്റ്റത്തെ തയ്യാറാക്കുന്നത്, അതായത് ബയോസിൽ തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഹൈ വോയിസ് അല്ല. ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇതിലാക്കുന്നത്, ഈ ഒരു സെറ്റപ്പിലേക്ക് വിൻഡോസ് സിസ്റ്റത്തിനെ എത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.